എന്തിനാ സാമൂഹ്യമായ ഇടപെടൽ ഇപ്പൊ പ്രശ്നമതാ, പ്രത്യേകിച്ച് സോളിഡാരിറ്റിയുടെ രംഗപ്രവേശം അതുകൊണ്ടൊക്കെ പറഞ്ഞാലേ പൂർത്തിയാകുള്ളൂ. സോളിഡാരിറ്റിയുടെ ഇടപെടലിന് ശേഷം ഒരു പ്രശ്നം, ശിർക്ക് വിളങ്ങിയ കൊടികുത്തി വാഴുമ്പോഴാ നിങ്ങളെ പാച്ചിമള, നിങ്ങളെ കൊക്കോ കോളോ, നിങ്ങളെ സാംസ്കാരിക അധിനിവേശം, നിങ്ങളെ മുതലാളിത്തം ഇത് ഞങ്ങൾക്ക് മനസ്സിലാണില്ലാണ്. ഇത് മനസ്സിലാണെങ്കിൽ ഞാൻ വളരെ വിനയപൂർവ്വം പറയണം, നിങ്ങൾക്ക് കൂടാൻ മനസ്സിലായിട്ടാണ്. ഞാൻ വളരെ വിനയപൂർവ്വം പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് കൂടാൻ മനസ്സിലായില്ല എന്ന്, പ്രവാചകന്മാരുടെ പ്രബോധനം മനസ്സിലായില്ല എന്ന്. ആദ്യ സമുദായത്തിൽ വിഗ്രഹാരാധന നിലനിൽക്കുകയാണ്. പ്രവാചകനായ ഹൂദ് അലൈഹി ഇസ്ലാം മലമുകളിൽ വീടുകളുണ്ടാക്കി പൊങ്ങച്ചം നടിക്കുന്നവർക്കെതിരെ എന്ന് പറഞ്ഞു. വിഗ്രഹാരാധന അവസാനിപ്പിച്ചൊക്കെ മുസ്ലിങ്ങളായ ശേഷം അവരോടല്ല ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി അവർ ശിക്ഷിക്കപ്പെട്ടത്. വിഗ്രഹാരാധന നിലനിൽക്കെ വിഗ്രഹാരാധകരായ സമൂഹത്തോട് നിങ്ങൾ അത് നിർത്തുന്നവരെ ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല, നിങ്ങൾ അത് പറയും, അത് നിർത്തി ഇങ്ങോട്ട് ബാക്കി പറയട്ടെ എന്ന് പറയും. നിങ്ങൾക്കല്ല ചെയ്തത്. വിഗ്രഹാരാധന നിലനിൽക്കെ വിഗ്രഹാരാധകരായ ആദ്യ സമൂഹത്തോടാണ് പ്രവാചകനായ ഹൂദ് അലൈഹി എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഖുർആൻ നോക്കി, അതാ പറഞ്ഞു ഖുർആൻ മനസ്സിലായില്ല പറയാൻ നിർബന്ധിതമാണെന്നുണ്ട്. പിന്നെയുള്ളത് സമൂഹ ഗോത്രം വിഗ്രഹാരാധകരായിരിക്കുകയാണ്, വിഗ്രഹാരാധകർ വ്യാപൃതരായിരിക്കുകയാണ്. അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനായ സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചത് മദിയൻ സമൂഹം വിഗ്രഹാരാധകരായിരിക്കെ, വിഗ്രഹാരാധന മുഴുകിയിരിക്കെ, ബഹുദൈവാരാധകരായിരിക്കെ, ഷിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾ പണിതിരിക്കെ അവരോടാ ചോദിച്ചത്, അവരോടാ പറഞ്ഞത് വൗഫുൽ വലാത്ത കൂലൂമിൽ മുസ്ലിം വസ്റൂബിൽ ഖിസ്താസിൽ മുസ്തഖീം വലാ തബ്ഖസുന്നാസ് അശ്യാ വലാ തൻസൂ ഫിൽ മുസ്ലിമീൻ. അളത്തത്തും തൂക്കത്തിനും കൃത്രിമം കാണിക്കരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത് എന്നൊക്കെ പറഞ്ഞ അവരോടാ. അതുകൊണ്ടല്ലേ അവർ ചോദിച്ചത് യാ ശൈഖ് അസ്വലവാതുക തഅമുറുക അൻ നത്രുക മാ യബുൽ ആബാഉനാ വഅൻ നഫല ഫി അംവാലാ മാ നശാ. ശൈബേ, നിന്റെ ആ നമസ്കാരം ഉണ്ടല്ലോ, കുരുത്തങ്കട്ട നമസ്കാരം, അത് സാധാരണ മുസ്ലിം നമസ്കാരമല്ല, അത് ഫണ്ടമെന്റൽ നമസ്കാരം, അത് മതമൗലികവാദ നമസ്കാരം. അതുകൊണ്ടല്ലേ നിന്റെ ആ നമസ്കാരം ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചത് ഞങ്ങൾ ആരാധിക്കാൻ പാടില്ല, തർക്കമില്ല. പക്ഷെ രണ്ടാമത്തെ കൊണ്ട് പ്രശ്നം എന്താ, ഞങ്ങളെ സ്വത്ത് ഞങ്ങളെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെലവഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ രണ്ട് ശിർക്കും ഒരേപോലെയാണ് കൈകാര്യം ചെയ്തു. എന്താ രണ്ട് ശിർക്ക്? ഒന്ന് ആരാധനാ ശിർക്ക്, മറ്റേ സാമ്പത്തിക ശിർക്ക്. അതാണ് ഞങ്ങളെ സ്വത്ത് ഞങ്ങളെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ലൂത്ത് അലൈഹി ഇസ്ലാമിലെ സമൂഹം സകലമാന തിന്മകളും ഉണ്ടായിരിക്കുകയല്ലേ. അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനായ ലൂത്ത് അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ച് എന്ന് ചോദിച്ച് ആ ഘട്ടത്തിലല്ലേ സ്വർഗഭോഗികളായ ആളുകളോട് ഇറ്റമ്മാടിത്തൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞ അപ്പോഴല്ലേ വിഗ്രഹാരാധനക്ക് ഒഴിവാക്കിയിട്ട് മതി നമ്മളെ സ്വർഗഭോഗം തടയാനെന്ന് പറയാനോ? അതൊക്കെ നിർത്തി വിഗ്രഹാരാധന കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞോ? അതോ ആ സമൂഹത്തോട് ചോദിച്ചോ? ആ സമൂഹം നശിപ്പിക്കപ്പെട്ടില്ലേ? ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പാഠമായി ഇന്നും ചാവുകടലിൽ ആ ജനതയുടെ ചരിത്രാവശിഷ്ടം നിലനിൽക്കാം. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വലം മക്കയിൽ വിശുദ്ധ കഅബയുടെ പരിസര പ്രദേശത്ത് 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കല്ലേ? വിശുദ്ധ ഖുർആനിൽ വൈലുൽ മുതഫിഫീൻ അല്ലദീന യഖ്താലു അലന്നാസ് യസ്തൗഫൂൻ വഇദാ കാലു വസനു യുഖ്സിറൂൻ എന്ന ആയത്ത് അവതീർണമായി. വിഗ്രഹാരാധന ഒഴിവാക്കി നമുക്ക് അർത്ഥത്തും തൂക്കത്തിനും ശരിയാക്കാനല്ലോ പറഞ്ഞത്. വിഗ്രഹാരാധകരായ സമൂഹം വിഗ്രഹാരാധകരായിരിക്കുകയല്ലേ അർത്ഥത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിക്കുന്ന കള്ളത്താപ്പുകാർക്കാണ് സകലവിധ നാശവും എന്ന് അവതീർണമായത്. അപ്പോഴല്ലേ 360 വിഗ്രഹങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബയിൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴല്ലേ എന്ന് അവതീർണമായത്. ആരാണ് ദീനിന്റെ നിഷേധം നിനക്കറിയാമോ? അനാദി അവഗണിക്കുന്നവനാണ്, അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവനാണ്. ഓൻ നിസ്കരിക്കും, പക്ഷേ പ്രതിഫലനമില്ലാത്ത നമസ്കാരം. അതുകൊണ്ട് കൊച്ചു കൊച്ചു ഉപകാരങ്ങൾ തടയുന്നവനാ ദീനിന്റെ നിഷേധി. യതീമിന്റെയും അനാഥയുടെയും അഗതിയുടെയും കാര്യം വിഗ്രഹ ആരാധന കെട്ടി ശരിയാവട്ടെ ഇങ്ങോട്ട് പറയാനല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജമാഅത്ത് വിമർശകരോട് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹിനെക്കാൾ വലിയ ആളാകില്ലേ? അള്ളാഹ് തീരുമാനിച്ച അവന് പങ്കെടുക്കുന്ന ആരാധനക്ക് അടക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ഇടപെടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തൊക്കെ അവതീർണമായത്.
അവതരിച്ചത്. അവസാനിച്ചില്ലല്ലോ. മക്കയിൽ 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന ആയത്ത് അവതീർണമായി. കുത്തുവാക്ക് പറയുന്ന സാമൂഹ്യ ദ്രോഹ നടപടികൾക്കെതിരെ ഖുർആൻ അവതീർണമായത് അപ്പോഴാണ്. സമൂഹത്തിലെ സമ്പന്നരായ വരേണ്യ മേലാളരായ ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകി ഒരു കണ്ണുവെട്ടൻ അല്പം അവഗണിക്കപ്പെട്ടപ്പോൾ എന്ന് 16 ആയത്ത് ഖുർആൻ അവതീർണമായത് വിശുദ്ധ കഅബയിലും പരിസരത്തും 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ്. വിശുദ്ധ കഅബയിലും പരിസരത്തും ഇതേപോലെ 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അറേബ്യൻ ഗോത്ര മഹിമയുടെ മേലാളിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അവതീർണമായി. പിടിക്കണോ അവനെ, കുടുംബ പിടിക്കണോ, കള്ള കുടുംബ എന്നിട്ട് പറഞ്ഞല്ലോ അവരവരുടെ ആളുകളെ വിളിക്കട്ടെ എന്ന്. എവിടെ വെച്ചാ അവതീർണമായി? അറേബ്യൻ ഗോത്ര മാഹാത്മ്യത്തിന്റെ നെറുകയിൽ പൊങ്ങച്ചത്തോടെ നിന്നവന്റെ തലമണ്ടയ്ക്ക് വിശുദ്ധ ഖുർആൻ ആഞ്ഞടിച്ചത് വിഗ്രഹാരാധന നിന്ന സാഹചര്യത്തിൽ. മറ്റൊരുത്തനെ നേരെ ഖുർആൻ അവതീർണമായി ഇതേ വിഗ്രഹാരാധനയ്ക്ക്. എന്താണെന്നറിയോ? ഇതെപ്പോഴാ അവതീർണായി? മക്കയില ഹിജ്റക്ക് മുമ്പ് അതൊക്കെ അവതീർണായി. ആ ഖുർആൻ എടുത്തൊന്ന് ഓതി മക്കളെ, ഇങ്ങട്ടാക്ക ബാക്കിയമായ വിമർശനം. വിശുദ്ധ ഖുർആനിലെ ഇത് മനസ്സിലാക്കാനൊരു പ്രയാസവുമില്ല. സൂറത്തുകളുടെ മുകളിലും ആയത്തുകളെ കുറിച്ചുള്ള വിവരണത്തിനും കൊടുത്തിരിക്കുന്നു. മക്കിയായ സൂറത്തേത്, മദനിയായ സൂറത്തേത്, ഹിജ്റക്ക് മുമ്പ് അവതീർണമായത് ഏത്, ശേഷം ഏത് എന്ന്. മക്ക വിജയം വരെ വിശുദ്ധ കഅബയിലും പരിസര പ്രദേശത്തും 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു. ഹിജ്റക്ക് മുമ്പ് അവതീർണമായ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രശ്നങ്ങളുള്ള അനേകം ആയത്തുകൾ അവതീർണമായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാം അതിന് യുവജന വിഭാഗം, അതിന് വിദ്യാർത്ഥി വിഭാഗം, അതിന് വനിതാ വിഭാഗവും ഒക്കെ നിലവിലുള്ള സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ അതിശക്തമായി നിലകൊള്ളുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ അത് ഏകദൈവ വിശ്വാസത്തിനെതിരെയുള്ള ഇടപെടൽ കൂടിയാണ്. മുതലാളിത്തം എന്താണ് മനസ്സിലാകത്തുള്ള. അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം. സമ്പത്ത് അതിന്റെ കൈവശം വെക്കുന്നവന്റേതാണ്, മുതലാളിയുടേതാണ് അതിന് പരമമായ ഉടമാവകാശം എന്ന മുതലാളിത്ത കാഴ്ചപ്പാട്. അത് ശിർക്ക. ആ ശിർക്കിൽ കെട്ടിപ്പടിക്കപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥ മുതലാളിത്തം. അതിനെതിരെയുള്ള പ്രബോധനം തൗഹീദിന്റെ പ്രബോധനം. അതുകൊണ്ട് അക്കാര്യമായ